ഭക്തിയിലും വിശ്വാസത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് നാം മലയാളികൾ. അതിൽ തന്നെ സിനിമ എന്ന ഇന്ദ്രജാലത്തിന് ഭക്തിയും വിശ്വാസവും അതുപോലെ സംസ്കാരവും പ്രദാനം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്കും വഹിച്ചിട്ടുണ്ട്. ഇന്നും എപ്പോഴും മലയാളികളുടെ ദേവീ സങ്കല്പത്തിൽ, പ്രത്യേകിച്ചും ശ്രീ കന്യാകുമാരി ദേവീ സങ്കല്പത്തിൻ്റെ ചിത്രം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖമുണ്ട്. ആ അഭിനേത്രിയുടെ പേരാണ് ശ്രീമതി വിനോദിനി ശശിമോഹൻ. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 പതിറ്റാണ്ടിന് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്, ഒരു അഭിനേത്രിയുടെ പേരാണ് ശ്രീമതി വിനോദിനി ശശിമോഹൻ. എന്ത് തോന്നുന്നു? എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. കാരണം ഇത് എത്രയോ വർഷം മുമ്പേ, അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അഭിനയിച്ചൊരു പാട്ടാണ്. ഇടയ്ക്കൊക്കെ അത് യൂട്യൂബിൽ കാണുമായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് അത് വൈറലായത്. അതെനിക്ക് തോന്നുന്നു ആരോ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, അങ്ങനെ അത് വളരെ പോപ്പുലറായി. പിന്നെ അതിനെ വെച്ച് പല വേർഷൻസും കാണാറുണ്ട്, ഇത് ബേസായിട്ട് വെച്ചിട്ട്. അത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും കാണാറുണ്ട്. തമിഴ്നാട്ടിലും വളരെ പോപ്പുലറായി. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. ഒന്നാം തരം ബലൂൺ തരാൻ ഒരു നല്ല PP തരാം എന്നുള്ള ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു അംഗീകാരം തേടി വരിക. അതെ, ഞാൻ കുറേ സിനിമകൾ, ഞാൻ അഭിനയിച്ച സിനിമകൾ കുറേ പാട്ട് പാടി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഈ പാട്ട് മാത്രം ഇത്രയും പോപ്പുലർ ആയി? പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെയും ഇപ്പോൾ പുതിയ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ സാധാരണ രീതിയിൽ ഈ കാർട്ടൂൺ മാത്രം ആവാഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് വൈറലാവുകയും ഇപ്പോൾ ആ പിഞ്ചു മനസ്സുകളുടെ ഈ പാട്ടുകളൊക്കെ കേൾക്കാനും അത് കൊടുത്തിട്ട് ആഹാരം കൊടുക്കുന്ന വീഡിയോയ്ക്ക് വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട്. അതെ 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 ഒരുപാട് പേര്. ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു അമ്മമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പോയിട്ട് എൻ്റെ കുട്ടിക്ക് കാണണം, അവൻ ചോറ് കഴിക്കുന്നത് ഈ പാട്ട് കാണിച്ചിട്ടാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും നല്ല അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഒരു മനുഷ്യ മുഖം, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും മുഖം ശ്രീ പ്രേംനസീറിൻ്റെതായിരുന്നു. അതേപോലെ തന്നെയാണ് മാമിൻ്റെ മുഖം. ദേവി കന്യാകുമാരിയിലൂടെ ആ ഒരു ദേവിയുടെ മുഖം എപ്പോഴും ആ പ്രേക്ഷകർ ഇപ്പോഴും കാണുന്നത് ആ മുഖത്തിലൂടെയാണ്. അങ്ങനെയുള്ള അനുഭവം എന്ന് പറയാമോ? ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചു. അത് എനിക്ക് എൻ്റെ ഒരു ബാല്യത്തിൻ്റെ ഭാഗമായിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം ഞാൻ സിനിമ അഭിനയിക്കുകയാണെന്നൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ് സ്റ്റുഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഉദയ സ്റ്റുഡിയോ മെരിലാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് കേരളത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലായിരുന്നു. കേരളത്തിടയ്ക്ക് വരുമ്പോൾ ഈ വലിയ ഇതൊക്കെ കാണും, എൻ്റെ സിനിമ പോസ്റ്ററൊക്കെ കാണും. അപ്പോൾ എൻ്റെ മുഖം കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന്. അതുവരെ എനിക്ക് എന്താണ് സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ദേവി കന്യാകുമാരി ഒരു ഗ്യാപ്പിന് ശേഷമാണ്. ഞാൻ 9-10 വയസ്സ് വരെയൊക്കെ അഭിനയിച്ചുള്ളൂ, പിന്നെ നിർത്തി. പാരൻസ് ഇൻസിസ്റ്റ് ചെയ്തില്ല അഭിനയിക്കണമെന്ന്, എനിക്കും തോന്നിയില്ല പോകണമെന്ന്. അത് കഴിഞ്ഞൊരു ചാൻസായിട്ട് സുബ്രഹ്മണ്യ മാമൻ, അദ്ദേഹത്തിന് ഞാൻ ഞങ്ങളെ വിളിക്കുന്നത്, വന്ന് പറഞ്ഞു ഇങ്ങനെ ദേവി കന്യാകുമാരി എന്ന സിനിമയ്ക്ക് ലക്ഷ്മിയാണ് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് എന്തോ അസൗകര്യം വന്നുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എന്നെ കാണുന്നത്. അപ്പോൾ വന്ന് കണ്ടിട്ട് അച്ഛനെ കാണാൻ വന്നതായിരുന്നു വേറെന്തോ ഒരു ആവശ്യത്തിന്. അപ്പോൾ അന്ന് അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞു, വിനോദിനെ ഒന്ന് വിടാമോ ആ സിനിമയ്ക്ക്, എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ അവളുടെ മുഖമാണ് വരുന്നതെന്ന്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫറുണ്ട്, നീ പോകുന്നു. അപ്പോൾ എനിക്ക് ആദ്യം മടിയായിരുന്നു, കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി. അപ്പോൾ അന്നൊന്നും ഇങ്ങനെയല്ല, സിനിമയ്ക്കല്ല പോകുന്നതൊരു മോശമായിട്ട് പോലും ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു പേടി, ഇനി കോളേജിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് റിയാക്ട് ചെയ്യുമോ, കളിയാക്കുമോ. അപ്പോൾ മടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എൻ്റെ ഇത് ഒരുപാട് പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുത്. പിന്നെ ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ടൈമിൽ തന്നെ ഷൂട്ടിംഗ് കഴിയണമെന്ന്, ഹോളിഡേയ്സിലെ കോളേജിൻ്റെ അടുത്ത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ അദ്ദേഹം അതെല്ലാം പ്രോമിസ് ചെയ്തു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടേഴ്സ് അങ്ങനത്തെ ഫിലിം മാസികയിലൊക്കെ ഒന്ന് അവരെഴുതി, പ്രത്യേകിച്ച് അച്ഛൻ്റെ പേരും കൂടിയുള്ളതോടെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ അഭിനയിച്ചു. ഇപ്പോൾ എന്തായാലും ശരിക്കും നമ്മളിപ്പോൾ അങ്ങയുടെ കലാജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു തനതായിട്ടുള്ള കലാരൂപം നമുക്ക് സമ്മാനിച്ചതാണ് കേരള നടനം. അങ്ങയുടെ പിതാവാണ് ശ്രീ ഗുരു ഗോപിനാഥ്. എങ്ങനെ ഓർക്കുന്നു അച്ഛനെ, കലാകാരനെ?
അച്ഛൻ കഥകളി പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്, കഥകളി പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള കുറേ ആൾക്കാർ കഥകളി നടന്മാരുണ്ട്. അപ്പോൾ അവിടുത്തെ ചിട്ടകളും പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ കലാമണ്ഡലത്ത് വന്നു, കലാമണ്ഡലത്തും പഠിച്ചു. അപ്പോൾ ഈ 2 ചിട്ടകളും അച്ഛന് വശം, തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും 2 വശം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഈ കഥകളിയിൽ നിന്നും ഒരു ന്യൂ ആർട്ട് ഫോം, അത് കേരള നടനം എന്നായിരുന്നില്ല ആദ്യം അതിൻ്റെ പേര്, ഒരു ക്ലാസ് ഓറിയൻ്റൽ ഡാൻസിനായിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഥകളിയുടെ ക്ലാസിസം നഷ്ടപ്പെടാതെ ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് അതിനെ മോഡിഫൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം സാധാരണക്കാരനെ കണ്ടാൽ പോലും എന്താണ് സ്റ്റേജിൽ കളിക്കുന്നതും മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ ഫോം ചെയ്തത്. പക്ഷെ ഇപ്പം അതെല്ലാം മാറി. യുവജനോത്സവത്തിൽ അത് അച്ഛൻ പോയി മരിച്ചു കഴിഞ്ഞ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ യുവജനോത്സവത്തിൽ ഇത് വന്നത്. അപ്പോൾ ആർക്കും ഒന്നും ഇത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ആരുമില്ല. പിന്നെ അച്ഛൻ്റെ സ്റ്റുഡൻസും വളരെ ഓൾഡായിപ്പോയി അപ്പോഴത്തേക്കും, അവർക്കും ശരിക്കും പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ഇതൊരു വലിയൊരു കോക്കസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും നമ്മളൊക്കെ ഒരു ലോൺ വോയിസ് ആയിപ്പോവും. പക്ഷെ അത് കാണുമ്പോൾ വിഷമമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ 12 കൊല്ലം 14 കൊല്ലമുള്ള കഥകളിനെ ചുരുക്കി ഒരു 6 ഇയേഴ്സിൻ്റെ ഒരു കോഴ്സാക്കി ഇത് കൊറിയോഗ്രാഫി ചെയ്ത്. അപ്പോൾ ആ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് ബ്രെയിൻ വർക്ക് ചെയ്യണം. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കാൻ ഒരു ചിട്ടയുണ്ട്. വെച്ചാൽ മറ്റു ഡാൻസസ്മാരിൽ തന്നെ അതിന് പ്രത്യേകമായ ചുവടുകളുണ്ട്, അതിൻ്റെ മുദ്രകൾ, കഥകളിൽ നിന്നുള്ള മുദ്രകൾ, അതിൻ്റെ കലാശങ്ങളെല്ലാം ചിട്ടയായിട്ട് ഒരു സിലബസായിട്ട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ നമ്മളിപ്പോൾ ഒരു ഓണത്തിൻ്റെ വഴിയിലൂടെ ആണ് നടന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ കലകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് ഓണം. എങ്ങനെയാണ് ഒരു ഓണം ഓർമ്മ? ഞാൻ പറഞ്ഞത്, ഞാൻ ചെന്നൈയിലായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അപ്പോൾ അവിടെ ഓണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ, അതും ഓണ സമയത്തായിരിക്കില്ല വരുന്നത്. എൻ്റെ ഓണം ശരിക്കും ഓർമ്മ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളതാണ് ഓണമാണ്. ആ സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും. പിന്നെ മക്കളെല്ലാവരും, കൊച്ചുമക്കളും മക്കളെല്ലാവരും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പൂക്കളിടും. അവിടെ അതിൽ മത്സരം ഉണ്ടാവും. 3-4 പൂക്കളങ്ങളിടും, ആരുടെയാണ് ഏറ്റവും മെച്ചം. പിന്നെ അത് മാത്രമല്ല എല്ലാവരും, അതായത് വീട്ടിലെ ഡോക്ടർ ഇൻ ലോസും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം, സദ്യ ഉണ്ടാക്കുക. അതൊക്കെ ഒരു നല്ല മനോഹരമായ ഓർമ്മകളാണ്. ശരിക്കും ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെയധികം തങ്കലിപികളിൽ ആലേഖനം ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് ഭക്തകുചേല. ആ ഭക്തകുചേലയിൽ അങ്ങയുടെ സഹോദരിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛനും ഉണ്ട്. അപ്പോൾ ഇതൊരു അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെങ്ങനെ ഓർക്കുന്നു? ശരിക്കും ചേച്ചിയാണ് അതിൽ ചേർന്നത് ആ സിനിമ. അതും പി സുബ്രഹ്മണ്യത്തിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ ചേച്ചി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനും കൂടെ പോകും. ചെറിയ കുട്ടിയാണല്ലോ, 3.5 വയസ്സ്. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഈ പൂതനയുടെ ഒരു സീനുണ്ട്. അപ്പോൾ രൗദ്രവേഷമുള്ള പൂതന വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന കുട്ടികൾ ചെറിയ കൃഷ്ണനായിട്ട് അഭിനയിക്കാൻ ഒരുപാട് പിള്ളേരെ കൊണ്ടുവന്നു. അവരത് കാണുമ്പോൾ അച്ഛനായിരുന്നു എൻ്റെ രൗദ്രവേഷം. അപ്പോൾ അത് കാണുമ്പോൾ കുട്ടികൾ കരയും. അപ്പോൾ ഞാൻ പക്ഷേ എന്നും പോകുന്നതായതാണ് എനിക്ക് ഒന്നത് ആംബിയൻസും ആളുകളെയൊക്കെ നല്ല പരിചയമായി. പിന്നെ ചെയ്യുന്നത് അച്ഛനാണല്ലോ. അപ്പോൾ സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യാം, മിനുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് വേഷമൊക്കെ ഇട്ട് സ്റ്റില്ലൊക്കെ ഇട്ട് നോക്കി. അങ്ങനെയാണ് ഭക്തകുചേലയിലേക്ക് പോകുന്നത്. അന്നത്തെ വലിയ സക്സസ്ഫുൾ ആയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു 100 ദിവസം ഓടി. എന്നാൽ മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഒരുപാട് ട്രിക്ക് ഷോട്ട്സ് ഉണ്ട്, ക്യാമറ ട്രിക്സ്. അത് ഇന്നത്തെ ഗ്രാഫിക്സ് ഒന്നും അല്ല, അത് പ്യുവർ ക്യാമറ ട്രിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെല്ലാം നമുക്ക് ഈസിയാണ്. പക്ഷെ അന്ന് അവരെത്ര എന്തായിരിക്കും അവരുടെ ബ്രെയിൻസ് വർക്കണമെങ്കിൽ ഈ കുടങ്ങളൊക്കെ ഇങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് മോരും തൈരും വെണ്ണയുള്ള കുടങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഓടി പോകുന്നു. അങ്ങനെ പല പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, എങ്കിലും ഈ ഗ്രാഫിക്സ് ഭയങ്കരമാണ്. ചേച്ചിയുടെ പേര്? എൻ്റെ ചേച്ചിയുടെ പേര് വിലാസിനി. ചേച്ചി 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലില്ലി എന്നൊരു സിനിമ, അത് കേട്ടിട്ടില്ല. പിന്നെ ലൈല മജ്നു, പണ്ടത്തെ ലൈല മജ്നു, അതിലെ ചെറിയ ലൈലയായിട്ട്. പിന്നെ ചിലമ്പുലി, അതിൽ ചേച്ചി ഞാനും ഉണ്ട്. ഭക്തകുചേലും ഞാനും ചേച്ചിയുണ്ട്. പിന്നെ കടലമ്മ ചേച്ചിയുടെ ഹീറോ ആയിട്ട്, ചേച്ചി ചെറിയ കുട്ടിയായിട്ടാണ്. ആ ചെറിയ ഹീറോ ആയിട്ട് അഭിനയിച്ചത് കുഞ്ചാക്ക ബോബന്റെ അച്ഛനാണ്, ബോബൻ കുഞ്ചാക്ക. അതുപോലെ തന്നെ കമലഹാസനോട് എപ്പോഴും അത് ഞാൻ കമലഹാസന്റെ ഫസ്റ്റ് മലയാളം കണ്ണും കരളും, അതിൽ ബാലതാരമായിട്ട് കമലഹാസനാണ് അഭിനയിച്ചത്.
പിന്നെ നമുക്കെപ്പോഴും ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് വരുമ്പോഴേക്കും ശ്രീ ഗുരുവായൂരപ്പൻ, അതിലും കൊച്ചു കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രീ ഗുരുവായൂരപ്പനല്ല, ഗുരുവായൂരപ്പൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അതിൽ തിക്കുറിശിയുടെ കൂടെ തിക്കുറിശിയാണ് അതിൽ വില്ലുമാമകനായിട്ടൊക്കെ അഭിനയിച്ചത്. അതൊന്നും എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. അത്രയും തിരക്കിൽ നിന്നിട്ടാണ് പിന്നീട് സിനിമ വേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നത്. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ? എനിക്ക് അതുകൊണ്ടല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്കത് സിനിമയാണെന്നുള്ളൊരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് വലുതായപ്പോൾ കോൺഷ്യസ് ആയി. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ക്രൗഡ് ചെയ്യും. അതൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് വന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ബസ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ബസ് കയറി. ഈ ബസ്സിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇവരെന്നെ പിച്ചാനും തൊള്ളാനൊക്കെ തുടങ്ങിയപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്. പിന്നെ ദേവി കന്യാകുമാരി അഭിനയിച്ചപ്പോഴും പലയിടത്ത് പോകുമ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, നിങ്ങളാണോ അഭിനയിച്ചത്? എനിക്ക് പൊതുവെ അങ്ങനെ ഒരു ഇഷ്ടമല്ല അങ്ങനെ. അത് കഴിഞ്ഞ് നേരെ മാരേജ് ലൈഫിലേക്ക് വരിക? അല്ല, ഞാൻ പിന്നെ പഠിച്ചു, MA വരെ പഠിച്ചു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. ശരിക്കും ഇപ്പം നമ്മൾ ഗുരു ഗോപിനാഥ് നടന കേന്ദ്രം, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഇപ്പോൾ ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്നുള്ളത് ഗവൺമെൻറ്റിനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചർ. ഓക്കെ. അപ്പോൾ അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, തബ്ല, മൃദംഗം അങ്ങനെയൊക്കെ പഠിപ്പിക്കും. പിതാവ് തന്നെ ആദ്യം ഒരു കലാകേന്ദ്രം ഇവിടെ അല്ല, അച്ഛൻ്റെ പേരിൽ സ്ഥാപനം ഉണ്ടായിരുന്നു. അച്ഛൻ നടത്തിക്കൂട്ടുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു, വിശ്വകലാകേന്ദ്രം. ആ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള കുറച്ച് സ്ഥലമുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ഗവൺമെൻറ് കൊടുത്തതാണ്. ഈ ഡാൻസ് മ്യൂസിയം ഉണ്ടാക്കാൻ കൊടുത്തു. കാരണം ഇന്ത്യയിലെ ഫസ്റ്റ് ഡാൻസ് മ്യൂസിയമാണ്, വേറെ ഇല്ല, ഫസ്റ്റ് ഡാൻസ് മ്യൂസിയം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ അവരിങ്ങനെ കുറേ ക്ലാസ്സസൊക്കെ നടത്തുന്നുണ്ട്, ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നുണ്ട്. ശരിക്കും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ഒക്കെ നൽകുന്ന ഒരു കേന്ദ്രവും കൂടി ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ചരിത്രം, ഈ 6 പതിറ്റാണ്ട് ചരിത്രത്തിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ കാലഘട്ടത്തിലെ സിനിമയും ഈ ആധുനിക കാലഘട്ടത്തിലെ സിനിമയും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒന്ന്, ഇപ്പോൾ പ്യൂർലി എൻ്റർടൈൻമെൻ്റ് ആണ്. മെസ്സേജസ് ഉള്ള സിനിമകൾ വളരെ കുറവ്, ഇല്ലെന്നല്ല, ഉണ്ട്. ഇപ്പോൾ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകളൊക്കെ സിനിമകളിൽ കഥകൾക്കായിരുന്നു. അതെ, ഇന്ന് അതിൽ എൻ്റർടൈൻമെൻറ്റാണ്. എന്നാലും ഇപ്പോൾ ടെക്നിക്കലായിട്ട് ക്വാളിറ്റി ഡെഫിനറ്റായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമേനെക്കാട്ടും നമുക്ക് കുറച്ച്, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അധികവും സെറ്റിനകത്തായിരിക്കും, വളരെ അപൂർവമായിട്ട് ഔട്ട്ഡോർ ലൊക്കേഷനിലൊക്കെ ചെയ്യും. അതും കുറേ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അത് ഈ സൂര്യൻ്റെ വെളിച്ചമൊക്കെ നോക്കി ഡിപ്പെൻഡൻ്റ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നത് ഔട്ട്ഡോറാണ് ചെയ്യുന്നത്, ഇൻഡോർ സെറ്റ് വെച്ചിട്ടുള്ള പരിപാടി ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി ഡെഫിനറ്റ്ലി സിനിമകൾ മുന്തി വന്നിട്ട് ക്വാളിറ്റി നല്ലതാണോ മോശമെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ക്വാളിറ്റിയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ബട്ട് മോർ എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ്. ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് തമാശ സിനിമകളാണ് ഇഷ്ടം. കാരണം ഞാൻ വിചാരിക്കും എന്തിനു പോയി കരയുന്നത്. പക്ഷേ എന്നാൽ വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ചില സിനിമകളൊക്കെ കാണാറുണ്ട്. ബഹളം, അങ്ങനത്തെ ഈ അടിപിടി, ഒരുപാട് ബഹളം, ഒരുപാട് മസാല, അതൊന്നും ഈ പ്രായത്തിൽ ഇപ്പം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബാലതാരമായിട്ട് തുടങ്ങി ഏകദേശം ഒരു 16-17 സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി. ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കണ്ണും കരളും തന്നെയായിരുന്നു. കാരണം ആ സിനിമയിൽ ഈ അഡ്വെഞ്ചറിനും ഓട്ടം, ചാട്ടം, അങ്ങനെ ഒരുപാട് സ്കോപ്പുള്ള സിനിമയായിരുന്നു. അതിലേതോ, അതായത് അതിൻ്റെ കഥയിൽ അച്ഛനമ്മയോട് തെറ്റിയിട്ട് ചേട്ടനും അനിയത്തിയും, അത് ചേട്ടൻ കമൽഹാസൻ, ഞങ്ങൾ വീട് വിട്ട് പോകുന്നതാണ്. അപ്പോൾ പല അഡ്വെഞ്ചേഴ്സായിട്ട് ഇങ്ങനെ ട്രെയിനിൽ കയറി പോകുന്നു. പിന്നെ ഈ ശിവഗിരി ഉണ്ടല്ലോ, ശിവഗിരി ടവർ, അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഓടി കയറുന്നു, പോലീസിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര അഡ്വെഞ്ചർ ഉള്ളതുകൊണ്ട് അതായത്. പിന്നെ കുറച്ചുകൂടി ഒരു കളിയും കുസൃതിയൊക്കെ നിറഞ്ഞ സിനിമയാണ്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങനെയാണ് ഈ ഒരു സിനിമാ സൗഹൃദം? എനിക്കിപ്പോൾ അത്ര ഭയങ്കര സൗഹൃദമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെയുള്ള അഭിനയിച്ച ആൾക്കാരും ഇന്നില്ല. പിന്നെ എനിക്ക് ആകെ അറിയുന്നത് മറ്റേ പി സുബ്രഹ്മണ്യം, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇപ്പോഴും ടച്ചുണ്ട്. അവർ വല്ല ഫങ്ഷൻസിനൊക്കെ വരുമ്പോൾ വിളിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെ പോകും. അല്ലാതെ പിന്നെ KS യദുബാനു സാറിന് ഞാൻ പിന്നെ മദ്രാസ് പോയപ്പോൾ കുറേ കാലത്തിന് ശേഷം പോയപ്പോൾ കണ്ടിരുന്നു. പിന്നെ ഈ നമ്മുടെ ജെസ്സിയില്ലേ, ഡയറക്ടർ ജെസ്സി, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറാണോ റിലേറ്റീവ്, ഒരു ജെസ്സി കുറ്റിക്കാടുന്ന ഒരാളുണ്ട്. അദ്ദേഹം 50 years ഓഫ് ഓരോ സിനിമകളുടെ അടുത്തു പിന്നെ ഫങ്ഷൻ നടത്തുമായിരുന്നു. അപ്പോൾ അന്ന് കൂടെ അഭിനയിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ
കാണാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച അമ്പിയ ചേച്ചി, പഴയ അമ്പിയ ചേച്ചി ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാറുണ്ട്. ശരിക്കും ഈ ആ സമയത്ത് മലയാള സിനിമയിൽ ഈ ത്രിമൂർത്തികളായിട്ടുള്ള നർത്തകിമാരുണ്ടായിരുന്നല്ലോ. അതെ, ലളിത പത്മിനി. അവരുമായിട്ടുള്ളൊരു കൂടുതലും ഇവർ മൂന്നും എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവർ ആദ്യം ഡാൻസ് പഠിച്ച എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. പക്ഷെ അതിൽ പിന്നെ പത്മിനി കൂടുതലും തമിഴിലേക്കും പിന്നെ ഹിന്ദിയിലേക്കൊക്കെ പോയി. മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലളിത എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ശേഷം അവരതിന് വിട്ടുനിന്നു. അവർ കുറേ പഴയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാഖി ചേച്ചിയും ഞാൻ കൂടി അഭിനയിച്ചിട്ടുണ്ട് മണവാട്ടി എന്നുള്ള സിനിമയിലൊക്കെ. അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. മുൻ പരിചയം ഉണ്ടല്ലോ ഞങ്ങളുടെ ഫാമിലി. ശരിക്കും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പൂജപ്പുര സ്ഥിതി ചെയ്യുന്ന ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്. അതിന് നൃത്താലയം ആശുപത്രി എന്നാണ് പറഞ്ഞത്. ഇവർ നൃത്തം പഠിച്ച സ്ഥലമാണ് എന്ന് പറയുന്നത്. അതെ, ഈ സ്കൂളാണ് അച്ഛൻ കൊട്ടാരത്തിൻ്റെ വകയായിട്ട് തുടങ്ങിയ സ്കൂളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര്. അപ്പോൾ അവിടെ ഇവർ ആദ്യം എൻറോൾ ചെയ്ത് പഠിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു പാവാടയും ബ്ലൗസൊക്കെ ഇട്ടിരിക്കുന്ന ആ പ്രായത്തിൽ ഇവർ പഠിച്ചു. പിന്നീട് അവർ ഭരതനാട്യമൊക്കെ പഠിക്കാനായിട്ട് മദ്രാസിലും തമിഴ്നാട്ടിലൊക്കെ പോയി. അതിൻ്റെ ഒരു തിരുശേഷിപ്പായിരിക്കും അവിടെ നിൽക്കുന്ന. അതെ, ഇപ്പോഴും അതിന് മുമ്പിൽ ശിവന്റെ ശിലയുണ്ട്. അത് അച്ഛൻ വെച്ചതാണ്. അത് മാറ്റിയിട്ടില്ല അവർ. അപ്പം അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഓർമ്മയുടെ ഒരു. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ആസ്പത്രിക്ക് എന്താ ഇങ്ങനെ ഒരു പേര്. ഈ കുറേ നാൾക്ക് ശേഷം സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പോയി. ആ ഒരു സമയത്ത് പഴയകാല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതായത് ഞാൻ സിനിമയിലുണ്ടായിരുന്നു, അറിയപ്പെട്ട ഒരാളാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ആ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. എനിക്കങ്ങനെ ഒരു പബ്ലിസിറ്റി, ഗ്ലാമർ അങ്ങനെ എൻ്റെ പുറകെ പോകുന്നൊന്നും ഇഷ്ടമല്ല. സിനിമ മോശമായതുകൊണ്ടല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമല്ല. അതിനുശേഷം വീണ്ടും ഈ ഡയറക്ടേഴ്സൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ദേവകന്യാകുമാരി കഴിഞ്ഞ് അതപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വലിയ കുട്ടിയായല്ലോ. ആ ഒരുപാട് പേര് ഇവിടെ കെ സേതുബാബു സാറിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലെ ബാലചന്ദർ അവരൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പാരൻസിനും വിടണമെന്നില്ലായിരുന്നു. ശരിക്കും ഈ സ്നേഹദീപം എന്ന് പറയുന്ന സിനിമയിൽ പാട്ടുപാടി അഭിനയിച്ചുകൊണ്ടാണ് ബാലതാരമായിട്ട് വന്നത്. പാട്ടുമായിട്ട് എങ്ങനെയാണ്? പാടും എന്നേ ഉള്ളൂ. പക്ഷേ ആ പാട്ട് വിജയിക്കാൻ വേറൊരു കാര്യം ലതയുടെ പാട്ടും കൂടിയാണ്. ലത അത് വളരെ നന്നായിട്ട് പാടി. ഇതുപോലെ വേറെ ഏതൊരു പാട്ടുകൾക്കും ലത തന്നെ വോയിസ് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ളത് രേണുക, നമ്മുടെ അനുരാധ ശ്രീറാമിൻ്റെ അമ്മ, അവരാണ്. കുറേ സിനിമയിൽ പാട്ട് അഭിനയിച്ച് പാടിയിട്ടുണ്ട് ഞാൻ. ലതയും തന്നിട്ടുണ്ട് ഇവരും വോയിസ്. ശരിക്കും ഈ ഓണം എന്ന് പറയുന്നത് ഒരു പാട്ടുത്സവം കൂടിയാണ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊരു പാട്ടോ. ഞാനൊരു ബാത്റൂം സിംഗറാണ്, എങ്കിലും പാടി നോക്കാം. സിനിമ പാട്ടിൻ്റെ ഒരു വേറെ ഓണപ്പാട്ടുകളൊന്നും എനിക്കറിയില്ല. അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലൂടെ വാ. ബാത്റൂം സിംഗർ എന്ന് പറഞ്ഞു അല്ലേ? എന്തായാലും ആ ശബ്ദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ പിന്നെ വാർത്തകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷം ആരെങ്കിലും ഈ സിനിമയുടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ? സിനിമയുടെ ആവശ്യമായിട്ട് വന്ന എന്നോട് ഇൻ്റർവ്യൂ ചെയ്തവരൊക്കെ ചോദിച്ചു, പിന്നെ സിനിമയിൽ വിളിച്ചാൽ പോകുമെന്ന്. ഞാൻ എന്തായാലും തീരുമാനം. ഇപ്പം ഞാൻ എൻ്റെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു, ബേസിൽ ജോസഫ്, ഇപ്പം യങ് ഡയറക്ടേഴ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ മോൻ എന്നെ കളിയാക്കും, എന്നെ വിളിച്ചു പറയും ബേസിൽ ജോസഫിൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയാം, ഫ്രണ്ട് മുഖേന വിളിച്ചിരുന്നു നമ്മൾ സിനിമയിൽ പോകും. അപ്പോൾ ഏതൊരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, എനിക്ക് ഞാൻ ബേസിൽ ജോസഫിൻ്റെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്, വിളിച്ചാൽ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്. പക്ഷെ കലയോടുള്ള ഒരു സ്നേഹവും അല്ലേ, ബഹുമാനവും അതിൻ്റെയൊക്കെ ഒരുപക്ഷെ അതിൻ്റെ തുടക്കം തന്നെ ആവാം വീണ്ടും. എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെ ഫ്രീ ആയിട്ട് അഭിനയിക്കും. പക്ഷെ വലുതാകുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും നമ്മൾ. എങ്കിലും ഞാൻ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കുകയാണ് സിനിമയൊക്കെ കാണുമ്പോൾ, ഞാൻ ഒരു പക്ഷേ സിനിമ ലൈഫ് ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ആരുടെ ലെവലിൽ നിൽക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചോദിച്ചു, ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്. ഇപ്പോഴും ശരിക്കും നമ്മുടെ ഈ ഓണം ഉത്സവം എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ആ കുടുംബ ശേഷം
കുടുംബവിശേഷം എനിക്ക് 2 മക്കളാണ്. മോൻ ബാങ്കിലാണ്, IDBI ബാങ്കിൽ, അവനിപ്പോൾ ചെന്നൈയിലാണ്. പിന്നെ മോള് കോഴിക്കോടാണ്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് മോനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവന് ലീവ് കിട്ടുന്നില്ല, അപ്പോൾ അവൻ വരുന്നില്ല. ഇപ്രാവശ്യം മോള് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ എന്തായാലും ഫാമിലീസൊക്കെ ഷ്രിങ്ക് ചെയ്തല്ലോ. പണ്ട് അമ്മ, അച്ഛൻ, പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി അപ്പോൾ ഉള്ളത് വെച്ച്. എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പോൾ വിശ്രമമാണ്, ഒരുപാട് സിനിമകൾ കാണാനുള്ള പിന്നെ സമയമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തമാശയാണെന്ന് പറഞ്ഞു. തമാശയും സീരിയസ് ആയിട്ട് വെച്ചാൽ നല്ല ഒരു സ്റ്റോറി, ചിലപ്പോൾ മനസ്സ് തട്ടുന്ന സ്റ്റോറി. അല്ല, എനിക്ക് കൂടുതൽ ഈ മസാല, ഭയങ്കര ബഹളം, പിന്നെ ഒരുപാട് ക്രൈം, ഭയങ്കര ക്രുവലായിട്ടുള്ള ക്രൈം ചിലപ്പോൾ ക്രൈം ത്രില്ലേഴ്സിലെ ക്രൈം ഇല്ലാതെ പറ്റില്ലല്ലോ. പക്ഷെ അത് തന്നെ എങ്ങനെ നമ്മൾ കാണിക്കുന്നു എന്ന് പോലെ ഇരിക്കും. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ വയലൻസ് ഉള്ള സീൻസ് അങ്ങനത്തെ സിനിമകളൊന്നും കുറച്ച്, പക്ഷേ നല്ല സ്റ്റോറീസ്. ഇപ്പോൾ ഈ അടുത്തൊരു സിനിമ കണ്ടുവന്ന് എനിക്ക് ഭയങ്കര സിമ്പിൾ സ്റ്റോറി ആയിരുന്നു. മറ്റേ സൗദി വെള്ളക്കാന്ന് പറഞ്ഞു ഒരു വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു വെരി സിമ്പിൾ തീമാണ്, പക്ഷെ നന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിനെക്കാളും ഇപ്പം മലയാള സിനിമയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അവസരങ്ങളുണ്ട്. അത് സാങ്കേതികവിദ്യകളിൽ അഭിനയിക്കുന്നവരുടെ ഡയറക്ടേഴ്സ് ആവട്ടെ. അപ്പോൾ ഒരുപാട് അഭിനേത്രികളും വരുന്നുണ്ട്. ഈ കുട്ടി കൊള്ളാം, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടീന്ന് എടുത്ത് പറയാനില്ല. എല്ലാ പിള്ളേരും ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നു, ഒട്ടും കോൺഷ്യസും അല്ല, നന്നായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട് അവർ. അത് ആൺകുട്ടികളായാലും ശരി, പെൺകുട്ടികളായാലും ശരി. ഒരുപാട് പേര് പുതുതായിട്ട് കാസ്റ്റ് ചെയ്യുന്നവർ പോലും അവർ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഓണക്കാലത്ത് ഒരുപാട് വിശേഷങ്ങൾ, സിനിമയുടെ ഒരു 6 പതിറ്റാണ്ടിൻ്റെ ഒരു നേരത്തെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ വിനോദ മേമനോട് പോയത്. എന്തായാലും ACV ന്യൂസ് പ്രേക്ഷകർക്കായിട്ട് ഇത്രയും സമയം വന്ന് ആ കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും.